ഹലോ, കേരള PSC നടത്തിയ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിനേഷന് ചോദിച്ച ഫിസിക്സിലെ ഒരു ചോദ്യമാണിത്. ചോദ്യം ഇതാണ്: അക്കുരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് വരുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അത് ആഡ് ചെയ്യാണ്. ഇനി ഈ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ തെറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഹലോ, അക്വേറിയത്തില് ജലത്തിന് താഴെ ഭാഗത്തുള്ള ബബിൾസിന് വോളിയം കുറവാണ്. ചെറിയ ചെറിയ ബബിൾസ് ആണ്. മുകളിലോട്ട് വരുമ്പോഴേക്കും വോളിയം കൂടി വലിയ ബബിൾസ് ആവുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ കണ്ടെന്താന്ന് വെച്ചാൽ ജലത്തിന് താഴെ ഭാഗത്ത് മർദ്ദം, പ്രഷർ കൂടുതലാണ്. താഴേട്ട് പോകുമ്പോഴേക്കും പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുന്നിടത്ത് കുഞ്ഞു ബബിളാണ്, അതായത് അവിടെ വോളിയം കുറവാണ്. മുകളിലോട്ട് വരുമ്പോൾ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. അപ്പൊ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു, പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. പ്രഷറും വോളിയവും, വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്: വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, വ്യാപ്തം കുറയുമ്പോൾ മർദ്ദം കൂടുന്നു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വ്യാപ്തവും മർദ്ദവും ഇങ്ങനെ വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്ന ഈ ഒരു നിയമമാണ് ബോയിൽസ് നിയമം, ബോയിൽസ് ലോ. അപ്പൊ ബോയിൽസ് ലോ ആണ് നമ്മൾ പഠിച്ചത്. ബോയിൽസ് ലോ എന്താ പറയുന്നത്? പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. പാവം ബോയിൽ എന്ന് ഓർത്താൽ മതി. ബോയിൽ എന്ന് പറയുമ്പോൾ തന്നെ പാവം, PV എന്ന് ഓർക്കുക. പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധമാണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലാണെന്ന് പറയുന്നതാണ് ബോയിൽ നിയമം. ബോയിൽസിലൊക്കെ എക്സാമ്പിൾസ് അറിയണമെങ്കിൽ കമന്റ് ചെയ്യാം.